ഈ വി എസിലേക്കുള്ള വഴികൾക്ക് അതിന് പരിമിതിയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പരിചയത്തിൻ്റെ പരിമിതി വേണ്ട, കാരണം കഥയറിഞ്ഞ് എത്തുന്നവരുണ്ട്. കാരണം അത്രമാത്രം അനുഭവ സമ്പത്തിൻ്റെ ഭാഗമായി ഒരു നൂറ്റാണ്ടുകാലത്തെ അനുഭവ സമ്പത്തുണ്ട്. ആ അനുഭവത്തിലൂടെ കടന്നുപോയവർ, അനുഭവം കേട്ടറിഞ്ഞവരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ അത്തരത്തിലൊരു നിലപാട് കുടുംബത്തിന് മാത്രം സന്ദർശനമുള്ള നിലപാട് എടുത്തെങ്കിലും പിന്നീട് ജനങ്ങൾ ആ വാതിലിലൂടെ വി എസിനെ കാണണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ജനങ്ങൾക്ക് കൂടി ആ വാതിൽ തുറക്കപ്പെടുകയും ചെയ്തതാണ്. എന്തായാലും പ്രായോഗിക തലത്തിൽ കാര്യങ്ങളെ കണ്ടുകൊണ്ട് മനുഷ്യനെ അത്തരത്തിൽ വളരെ പ്രായോഗികമായി ആ മനുഷ്യനെ അവൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവൻ്റെ ക്ഷേമത്തിലേക്ക് നയിച്ചുകൊണ്ട് എത്തിച്ച മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യനെ കാണാതിരിക്കുക വഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം വെന്തലത്തറയിൽ അച്യുതാനന്ദൻ ജനിക്കുമ്പോൾ അന്ന് ഒരു ജ്യോത്സ്യനെത്തിയിരുന്നു, ദിവസങ്ങൾക്ക് ശേഷം ജ്യോത്സ്യനെത്തിയിട്ട് പറയുന്നത് ഈ കുട്ടിക്ക് രാജയോഗം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമുദായത്തിൻ്റെ ഭാഗമായി ജനിച്ച കുട്ടിക്ക് എങ്ങനെ രാജയോഗം ഉണ്ടാകുമെന്ന് നാട്ടുകാരും കുടുംബവും ഒക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരുന്നു. ആ കുട്ടിയോട് വി എസിനോട് കുട്ടിക്കാലത്ത് ഈ കഥ പറയുമ്പോൾ വി എസും വിശ്വസിച്ചില്ല. കാരണം 11 വയസ്സിൽ മാതാപിതാക്കൾ നഷ്ടമാകുന്നു, പല പ്രതിസന്ധികളുണ്ടാകുന്നു. ആ ഘട്ടമൊക്കെ കടന്നു വന്നത് പിന്നീട് മുഖ്യമന്ത്രിയായി 2006 സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇത് അന്ന് പറഞ്ഞ രാജയോഗമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല, ഇത് ഞാൻ നേടിയെടുത്ത എൻ്റെ പ്രായോഗിക ബുദ്ധിയിൽ ഞാൻ കണ്ട ശരികളിലൂടെ നടന്ന് ഞാൻ നേടിയെടുത്ത അല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന വഴികൾ എനിക്ക് സമ്മാനിച്ച നേട്ടമാണ്. ആളുകൾക്ക് വേണ്ടി, എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തിയതാണ്. ആ കടന്നു വന്ന വഴികളിൽ വി എസിനെ കണ്ടുമുട്ടിയ ജനങ്ങളാണിപ്പോൾ അനുസ്യൂതം ഈ വീട്ടിലേക്ക് എത്തുന്നത്. കാരണം അവർക്ക് കാണാനുള്ള അവസരം ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഇല്ല, ഞങ്ങൾ കാണണമെന്ന് പറയുന്നു. ചേച്ചി വി എസിനെ കാണാൻ പോവാണോ? വി എസിനെ കാണാൻ പോവാണോ? കണ്ടോ? ഞങ്ങളുടെ സാറാണ്. നമുക്ക് കടയെല്ലാം ഉണ്ട്, അപ്പുറത്ത് കടയുണ്ട്. ആ കടയിൽ നിന്നാണ് സാധനങ്ങളെല്ലാം വാങ്ങിച്ച്. ആണോ? സാർ വന്നിട്ടുണ്ടോ അവിടെ? അല്ല, ആള് വരും, ജോലിക്കാർ വരും, വണ്ടി വരും. വലിയ ഇഷ്ടമാണ്. അയ്യോ, വലിയ ഇഷ്ടമാണ്. വലിയ ഇഷ്ടമെന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഏറ്റവും മേലധികാരിയാണ്. ഇഷ്ടത്തിന്റെ ഒരു കാരണം എന്താ? എനിക്ക് 65 വയസ്സായി. എൻ്റെ 60 മുതൽ ബസ്സിൽ എടുത്ത് ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. പിന്നെ മോയുടെ വസ്തു വാങ്ങിച്ച് കിണറൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ ഈ നാട്ടിലുള്ളതാണ്. അപ്പുറത്തെ വീടാണ്, അയൽവാസി കൂടിയാണ്. അയൽവാസി തൊട്ടടുത്ത് അവിടെ. അപ്പൊ അത് പറയുമ്പോൾ സന്തോഷമുണ്ടല്ലേ, അയൽവാസിയാണെന്നൊക്കെ കാണാറുണ്ടായിരുന്നു പുറത്ത് വന്നിരിക്കുന്നത്. പിന്നെ കൊള്ളാം എന്നുവെച്ചാൽ മോളും തകര സാറും എല്ലാവരും ഇട്ടൊക്കെ ഞങ്ങൾ വളരെയധികം സന്തോഷമാണ്. അവരൊറ്റ വാക്ക് മാത്രം മതിയെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളുടെ സാറാണ്, ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് പറയുന്നതിലുണ്ട് അഭിമാനബോധം. ആ സന്തോഷം ഏറ്റവും ഒടുവിലും ആ യാത്രയയപ്പിൽ നൽകണം എന്നുറപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ ആളുകൾ വീട്ടിലേക്കും പോകുന്നത്. അവർ ദർബാർ ഹാളിലേക്ക് എത്താൻ കാത്തു നിൽക്കുന്നില്ല. അവർ ഒരുപക്ഷെ ഈ അവസാന ഒരു നോക്ക് കണ്ട് ദർബാർ ഹാളിലേക്ക് അനുഗമിക്കുകയും പിന്നീട് ആലപ്പുഴ വരെ ഒപ്പം പോകാൻ ആഗ്രഹിക്കുന്ന മനസ്സുകളുമായാണ് ഇവർ എത്തുന്നത്.